എല്ലാവരും കൂടിയും കാട്ടിലിരുന്നിട്ടാവാം ഭക്ഷണം കഴിക്കാമെന്ന് തീർച്ചയാക്കിയിട്ട് ഒരു ദിവസം ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന കാലം. ഇതിൻ്റെയൊക്കെ ഇടയിൽ പല മനോഹരങ്ങളായ ശ്ലോകങ്ങളും ഉണ്ട് കേട്ടോ. അതൊക്കെ അങ്ങനെ എല്ലാതും പറയാൻ സമയമില്ല, അതുകൊണ്ടാണ് മിണുങ്ങി കഴിക്കണത്. അപ്പോൾ എന്തായാലും അടുത്തത് ഇനിയിപ്പോൾ മിണുങ്ങലാണല്ലോ, അപ്പോൾ പിന്നെ ഒപ്പാണ് മിണുങ്ങാം. അപ്പോൾ ഭഗവാൻ നടുക്കിൽ നിൽക്കും, ബാക്കിയുള്ളവരൊക്കെ വട്ടത്തിലിരിക്കും, പല തമാശകളും പറയും. അങ്ങനെ പല നർമാലപനങ്ങളുടെയും ഇടയിൽ കൂടെ കുറേശ്ശെ ഭക്ഷണം കഴിക്കും. ഒരുത്തൻ കൊണ്ടുപോകുന്നത് ബാക്കിയുള്ളവരെ എല്ലാവരും കൂടി മാന്തിയിട്ടും പിടിച്ച് പറിച്ചിട്ടും നല്ല സ്വാദുള്ളതൊക്കെ ആരെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവന്നാൽ പിന്നെ അന്ന് അവന് പട്ടിണിയാണ്, കാരണം അത് അവന് കിട്ടില്ല. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കൃഷ്ണൻ ഇടത്തെ കയ്യിൽ പകുതി കടിച്ച് ഒരു ഉരുളയായിട്ട് ഇങ്ങനെ നടുക്കിൽ നിൽക്കുക. ഒരുത്തൻ്റെ വായയിലേക്ക് തൻ്റെ കയ്യിലുള്ള എന്തൊക്കെയോ സാധനം അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്, മധുര പലഹാരങ്ങളൊക്കെ ഇങ്ങോട്ട് എറിഞ്ഞു മേടിക്കുന്നുണ്ട്, കയ്പയ്ക്ക കൊണ്ടാട്ടം വരലുമ്പിലിങ്ങനെ കോർത്ത് പിടിച്ചിട്ട് അതിങ്ങനെ കടിച്ച് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ ബ്രഹ്മാവ് കണ്ടു. ബ്രഹ്മാവിന് തോന്നി, അയ്യടാ തരക്കടില്ലല്ലോ, ഈ കാട്ടുവാസികളുടെ പിന്നാലെ ഭഗവാൻ അവരിലൊരുത്തനായിട്ട് കൂട്ടത്തിൽ കൂടിയിട്ട് ഇങ്ങനെ കളിക്കുന്ന ഈ ലീല, ഇത് ഞങ്ങളൊക്കെ ഒന്നും തരായിട്ടില്ലല്ലോ. കാരണം ദേവലോകത്ത് സ്വർലോകത്ത് ഭഗവാൻ എങ്ങനെയാ ഭക്ഷണം കഴിക്കുക? അവിടെ യജ്ഞഭുക്ക ഭഗവാൻ. ആ തീ ഇങ്ങനെ കൂട്ടി അതിലേക്ക് ഇങ്ങനെ ഹോമിക്കണം, എന്നിട്ട് ഏറ്റവും അഗ്നിയിൽ പരിശുദ്ധമായതേ ഭഗവാൻ സ്വീകരിക്കുള്ളൂ. അവിടെയൊക്കെ വലിയ നാട്യം. ഇവിടെ വന്ന് ഈ കൂട്ടുകാരുടെ ഒപ്പം കളിക്കുമ്പോഴോ ബാലകേളി, കുട്ടിക്കളിയാണ് ഭഗവാന് ഭക്ഷണം കഴിക്കൽ. നാന്നു നോക്കട്ടെ എന്ന് വിചാരിച്ച് ഈ ബ്രഹ്മാവ് ഭഗവാന്റെ കളിയുടെ കൂട്ടത്തിൽ നമ്മളെയും കൂടിയും കൂട്ടുമോ എന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങി ആ പശുക്കുട്ടികളെ അവിടെ മറിച്ചു. ഇത് കണ്ട് പരിഭ്രാന്തരായ ഗോവക്കൂട്ടുകാർ പലരും കഴിക്കണേൻ്റെ ഇടയിൽ നിന്ന് ചാടി എഴുന്നേക്കാൻ പുറപ്പെട്ടു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, മിത്രാണി ആശാന്മാ വിരമത എന്ന് വെച്ചാൽ ആശാൻ വിരമിക്കരുതെന്നോ? പിന്നെ ആശാത്ത് മാ വിരമത, ഭക്ഷണം കഴിക്കണോടത്ത് നീക്കരുതെന്ന്. അവിടെ ഇരിക്കും, ഞാൻ നോക്കാം. ഞാനെന്തായാലും ഇരുന്നിട്ടല്ലല്ലോ കഴിച്ചേക്കണത്. ഈ കഴിക്കാനിരിക്കണവന് നീക്കരുതെന്നേ ഉള്ളൂ. ഇവിടെ ഉണ്ടല്ലോ ഈ സാന്താക്രൂസിൽ എയർപോർട്ടിലേക്ക് പോണ വഴിയിൽ ഒരു ഇഡ്ഡലിക്കട, എല്ലാവരും സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ്. നല്ല ചിലത്തലും ഇരുന്ന് കഴിക്കാച്ചാൽ പിന്നെ നീക്കാൻ തോന്നില്ല, അപ്പോൾ പിന്നെ നിന്നിട്ട് അങ്ങോട്ട് ചിലത്തും. അതേമാതിരി അങ്ങനെ കഴിക്കണോടത്ത് നീക്കാൻ പാടില്ല. അപ്പം കൃഷ്ണൻ എന്താ പറയണത്? ഞാൻ ഇരുന്നിട്ട് തന്നെയല്ലേ നല്ല ഇപ്പം നീക്കാൻ ബുദ്ധിമുട്ടുള്ളൂ, ഞാൻ നോക്കിക്കളയാം. അങ്ങനെ ഭഗവാന് തോന്നിയെന്ന മേൽപ്പത്തൂരിൻ്റെ ഒരു പ്രയോഗം. അത് ഭഗവാന് തോന്നിയത്രേ, ഈ കൂട്ടുകാരെയും കൂടിയും മറിച്ചാൽ തിരക്കടില്ല എന്ന് ബ്രഹ്മാവിനൊരു തോന്നലുണ്ട്. അപ്പം ഞാൻ ഇപ്പം ഇവിടെ നിന്നാൽ അത് അയാൾക്ക് ബുദ്ധിമുട്ടാവും, ഞാനാണ് പോയിക്കളയാം. അങ്ങനെ ഭഗവാൻ അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിയതോട് ഈ കുട്ടികളെയും മറിച്ചു. കുട്ടികൾ ഒക്കെ തന്നാൽ മറയ്ക്കപ്പെട്ട ബ്രഹ്മാവ് തൻ്റെ മായയുടേതായ പരിധിയിൽ ആ കുട്ടികളെയും പശുക്കുട്ടികളെയൊക്കെ മറച്ചിട്ട് തിരിച്ച് വൃന്ദാവനത്തിലേക്കാണ് നോക്കിയപ്പോഴോ ആ ഒരു അരനിമിഷം കൊണ്ട്, അല്ലെങ്കിൽ ഒരു അരനിമിഷത്തിൻ്റെയും പകുതി കൊണ്ട് ഭഗവാൻ ഇവരെ മുഴുവനും സ്വന്തം മായ കൊണ്ട് സൃഷ്ടിക്കും. ഈ വിശ്വത്തെ സൃഷ്ടിക്കുന്ന ആൾക്കാണോ ഈ 10 കുട്ടികളെ സൃഷ്ടിക്കാൻ ബുദ്ധിമുട്ട്? ഊട്ടൻ ഭഗവാൻ അവരെയൊക്കെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അവരുടെ കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് ഭഗവാൻ വേഷം കെട്ടിയിട്ടുണ്ട്. ഓരോരുത്തരുടെ കയ്യിലുള്ള വടി, അവരുടെ കയ്യിലുള്ള പാത്രങ്ങൾ, അതിൽ പൊട്ടിയത്, കീറിയ സഞ്ചി, കീറിയ വസ്ത്രം, പൊട്ടിയ വടി, പിന്നെ ഓരോരുത്തർക്ക് ഓരോ രൂപങ്ങളുണ്ടാവും, ഗുണങ്ങളുണ്ടാവും, സ്വഭാവങ്ങളുണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവുമല്ലോ. അപ്പം ചിലരൊക്കെ പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് ഇത്തിരി മേക്കപ്പ് ഒക്കെ ഇട്ടാൽ തിരക്കടില്ല എന്ന് തോന്നും. ചിലരൊക്കെ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല എന്ന് തോന്നും. അപ്പം അത് ഇട്ടും കൊണ്ട് നടക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ അത് ഇട്ടിട്ടേ നടക്കുക പതിവുള്ളൂ. ഈ കൃഷ്ണൻ അയാളുടെ വേഷം കെട്ടിയിട്ട് അയാൾക്ക് മേക്കപ്പ് ഇല്ലാണ്ടിരുന്നാൽ അപ്പോൾ ആൾക്ക് മനസ്സിലാവില്ലേ?
അതുപോലെ നടക്കണ സമയത്ത്, ഇരിക്കണ സമയത്ത്, കിടക്കണ സമയത്ത് ഒക്കെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവവും. ചില ആളുകൾ കിടക്കണ സമയത്ത് കവിണടിച്ചിട്ടാണ് കിടക്കുക, ചിലവരൊക്കെ ചെരിഞ്ഞ് കിടക്കാനാവും, ചിലവരൊക്കെ മലന്ന് കിടക്കാനാവും. അതൊക്കെ അവരുടെ സ്വഭാവമാണ്.